ഇന്നത്തെ IPL മത്സരത്തിൽ ലക്നൌവും RCBയുമാണ് നേർക്കുനേർ വന്നത്. ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ലക്നൌ ആയിരുന്നു. അവർക്ക് സ്വപ്ന തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. ഡീകോക്കും രാഹുലും കൂടി അടിച്ചു കളിച്ചു. RCB ബോളേഴ്സിന് ശരിക്ക് കിട്ടി. ഡീകോക്ക് ഇന്ന് 81 റൺസാണ് അടിച്ചു കൂട്ടിയത്. എന്നാൽ രാഹുലാകട്ടെ 20 റൺസിൽ ഔട്ടായി. ശേഷം വന്ന ദേവദത്ത് പടിക്കൽ വളരെ മോശം കളിയാണ് കാഴ്ചവെച്ചത്. താരത്തിന് രണ്ടക്കം കാണാൻ സാധിച്ചില്ല. പിന്നീട് വന്നത് സ്റ്റോയിനിസ് ആയിരുന്നു. സ്റ്റോയിനിസ് കുറച്ചു നേരം പിടിച്ചു നിന്നുവെങ്കിലും താരത്തിനും വലിയ സ്കോർ നേടാൻ സാധിച്ചില്ല. പിന്നീട് വന്നത് നിക്കോളാസ് പൂരനായിരുന്നു. പൂരൻ വന്നതും വെടിക്കെട്ട് ബാറ്റിംഗാണ് പുറത്തെടുത്തത്. 21 ബോളിൽ 40 റൺസ് പൂരൻ അടിച്ചുകൂട്ടി. ഇതോടുകൂടി നല്ലൊരു ടാർഗറ്റ് ലക്നൗ ടീമിന് കിട്ടി. 20 ഓവറിൽ 5 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 181 റൺസാണ് ലക്നൗ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. RCBയെ സംബന്ധിച്ച് ഇത് വലിയൊരു ടാർഗറ്റായിരുന്നു. എങ്കിലും RCB രണ്ടും കൽപ്പിച്ച് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. RCBക്ക് വേണ്ടി ഡുപ്ലസിയും കോഹ്ലിയുമായിരുന്നു ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. RCBക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 4-ാം ഓവറിൽ കോഹ്ലിയും 5-ാം ഓവറിൽ ഡുപ്ലസിയും ഔട്ടായി മടങ്ങി. ഇതോടുകൂടി RCB ഒന്ന് ഡൗൺ ആയി. ശേഷം വന്നത് രജിത് പരിഡാർ ആയിരുന്നു. താരത്തിനും വലിയ സ്കോർ നേടാൻ സാധിച്ചില്ല. വളരെ സ്ലോ ബാറ്റിംഗ് ആണ് രജിത്ത് ഇന്ന് കാഴ്ചവെച്ചത്. 29 റൺസ് എടുത്ത് താരം പുറത്തായി. പിന്നീട് എല്ലാവരുടെയും പ്രതീക്ഷ മാക്സ്വെല്ലായിരുന്നു. എന്നാൽ മാക്സ്വെൽ പഴയതുപോലെ തന്നെ ഇന്നും ഡെക്കിലാണ് പുറത്തായത്. മാക്സ്വെല്ലിന് പ്രതീക്ഷ RCB ആരാധകർക്ക് നിരാശയായിരുന്നു ഫലം. എന്നാൽ പിന്നീട് ഗ്രീൻ ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രീൻ ആകട്ടെ 9 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. പിന്നീട് എല്ലാവരുടെയും പ്രതീക്ഷ ദിനേശ് കാർത്തികിലായിരുന്നു. കാർത്തികും ലോമറും കൂടിയാണ് RCB ടീമിന്റെ അവസാനം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുവിധം എല്ലാ മാച്ചിലും ലോമറും കാർത്തികുമാണ് RCBയുടെ രക്ഷക്കെത്താറ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.